എടാ നിന്റെ പരട്ട സിനിമയിലടാ എന്താ അന്ത അട്ടാസം. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. എടാ ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പെടാടോ. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്ക്. എന്റെ അടുത്താ കളി. ഞാനിത് കുറെ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത്. It got to a point where there was abuse. He takes money to do reviews എന്നൊക്കെ ഉള്ളത്. It's a criminal offense. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഓഹോ, അത് ശരി. പക്ഷേ ഇത് ഞാൻ പിടിക്കും. എടാ മാധവേ, നീ പറഞ്ഞു 1 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചത്. എടാ മയിരേ, നിന്റെ 1 ലക്ഷം രൂപ എനിക്ക് എന്താടാ 1 ലക്ഷം ഉറുപ്പ്യ? പറയടാ മാധവ സുരേഷ്, തെളിവ് കാണിക്കടാ. നിന്റെ അച്ഛന്റെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ഈശ്വര, ഒരു തന്തയ്ക്ക് ഗതികേട് വരരുത്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ചലഞ്ച് യു, ഐ ഡെയർ യു, ഐ ഡബിൾ ഡെയർ യു. ഞാൻ പൈസ വാങ്ങിയതിന് എന്തെങ്കിലും കണക്ക് കാണിച്ചു തന്നാൽ ഈ പണി ഞാൻ നിർത്തും. കേട്ടോ? അംഗം അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഐ ആം ചലഞ്ചിങ് യു. മൈ അഡ്വക്കേറ്റ് ഈസ് ആഫ്റ്റർ യു. ഞാൻ അങ്ങനെ വെറുതെ പോകുന്നൊന്നും വിചാരിക്കണ്ട. ഈ വിവരം മുഴുവൻ ആ മൂപ്പിലാനെ കണ്ട് ധരിപ്പിച്ചിട്ടേ ഞാൻ പോവും. രണ്ടുപേരോടും കൂടെ ഈ പറയുന്നത് കഞ്ഞികള്. എടാ താടി വെച്ച അന്ത അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്. മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്. നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എയ്റ്റിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണോ തെളിവ് കാണിച്ചു പറയടാ. അംഗമട്ടഹാസം എന്ന സിനിമ മെയ് 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് എന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിന്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല, അത് ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് പറയൂ. ശരി, അത്രയും തീട്ടപ്പെടാടോ, തീട്ടപ്പടം. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്ലൗൺ, കോമാളി. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എടാ കഴിവില്ലെങ്കിൽ പോയി സ്വയം കുനിഞ്ഞിരുന്നു ഊമ്പ. മാധവ് എന്റെ അടുത്താൻ പറയുന്നത് മാധവ് സുരേഷിനോട്. അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയുന്നത്. ഉമേഷ് നീ നടങ്ങടാ. നോ, എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആടാ പൈസ വാങ്ങിയത് കാണിക്കടാ. കേരള പോലീസ് എന്ന് ഊമ നിൽക്കോ? കേരള പോലീസൊക്കെ മണ്ടന്മാരാ. ഞാൻ കാശ് വാങ്ങി ഊമെന്ന് ഒരുത്തണം എന്നെ പിടിച്ച് ചെല്ലിട്ടുണ്ടാവൂലേ. വണ്ടി എടുക്കട്ടെ മോളെ. കള്ളത്താടി പരട്ടത്താടി നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടാ. നിന്നൊന്നും ഞാൻ ശരിയാക്കി തരടാ. എടാ മുരട്ടി കാളെ. നീ എത്ര കോടീശ്വരനായി കഴിഞ്ഞാൽ നീ ഏത് മറ്റേ കൊമ്പത്തിൽ നീ 4.5 കോടി നിനക്ക് നാണല്ലടാ. നീ എന്തിനാടാ നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചറ്റ നാറി. പിന്നെ നീ എന്താ തേങ്ങ പറയുന്നത്? ഒരു ശൂലി വേടാ പട്ടി. ഞാൻ പറയണേ മരപ്പട്ടി. ഞാനെന്താ നിനക്ക് ഗൂഗിൾ പേ വഴിയല്ല, മറ്റെന്താ UPI വഴിയല്ല, പിന്നെ നിന്റെ അച്ഛൻ ചാക്ക് കെട്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ കൊണ്ടുവന്നാടാ നായേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതെ, ഞാൻ കൊമ്പൻ. പിന്നെ കമന്റിടുന്ന പട്ടികളോട് നായിന്റെ മക്കളെ ഞാൻ പറയാണ്. പട്ടികളെ നായിന്റെ മക്കളെ ഞാൻ പറയാണ്. ദിസ് ഈസ് അശ്വന്ത് കോക്ക്. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എന്റെ ധ്യാൻകുട്ടൻ ഇന്ന് വരെ എനിക്കതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഒരു പൊട്ടാക്കുട്ട ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. നീ വലിയവനാടാ. എടാ ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട കൈവള്. ഇനി ചോദിക്കരുത്, എനിക്ക് വയ്യ. എന്റെ വായിലെ വെള്ളം പറ്റിയതുകൊണ്ട് ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് നിർത്ത പോട്ടടാ.